നിങ്ങൾക്ക് ഇതുവരെ ഒരു കേന്ദ്രം ഉണ്ടായിട്ടുണ്ട്? പണ്ട് സമസ്തക്കാർ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൗലിയായെ കാണിച്ചു തരാവോ? കാരണം എന്ന് വെച്ചാൽ ഈ ബോധം തിരിഞ്ഞ് പച്ച കുപ്പായിട്ട് മുറുക്കി മേത്തോട് ഒലിപ്പിച്ചിടക്കുന്ന ഒരാൾ കൂട്ടത്തിൽ കാണില്ല. അപ്പൊ മറ്റോ ചോദിക്കാൻ വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ഔലിയായെ കാണിച്ചു തരാവോ? ഇതുപോലെ ഇപ്പൊ സെക്രട്ടറി പോലെ ചോദിക്കണല്ല, എന്താണ് എങ്ങോട്ട് കൊണ്ടുപോകും? ആരെ? ജിന്നു ബാധിച്ചോന് എങ്ങോട്ട് കൊണ്ടുപോകും? എങ്ങോട്ട് കൊണ്ടുപോകും? എന്തായാലും പുറത്താക്കിയല്ലോ, കുറെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടല്ലോ. ഒരു കേന്ദ്രം തുടങ്ങി കാണിച്ചേ, കൊണ്ടുപോകേണ്ട കേന്ദ്രം ഞങ്ങളൊന്ന് കാണട്ടെ. ഇദ്ദേഹം അഭിമാനത്തോടെ പ്രസംഗിച്ചെടുക്കാണ്. പറയുന്നത് കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. എനിക്കത് പറയണേ മടിയൊന്നുമില്ല. തന്നെ 2009 എനിക്കത് നടപടി ഉണ്ടായപ്പോ AP-ന്റെ അടുത്ത് ഈ പരാതി വന്നപ്പോ ഞാൻ ചോദിച്ചു, സർ, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേട്ടിട്ട് മുജാഹിദായ ഒരു കുട്ടിയാണ്, ഇവൻ ചെറുപ്പത്തിൽ മദ്രസയ്ക്ക് പോകുമ്പോ അമ്പലത്തിന്റെ അവിടുന്ന് പേടിച്ചിട്ട് ഓന്റെ വീട്ടിൽ നൂലും മന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. മുജാഹിദ് ആശേഷം അവരെ എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പൊ അവര് വീണ്ടും ശല്യം തുടങ്ങി. ഇങ്ങനെയുള്ള നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായ, സർ, ഞാൻ ഈ കുട്ടീനെ എവിടെ കയക്കും? നമ്പൂരിന്റെ അടുത്ത് കയക്കാൻ പറ്റുമോ? തങ്ങളുടെ അടുത്ത് കയക്കാൻ പറ്റുമോ? തമ്പുരാന്റെ അടുത്ത് കയക്കാൻ പറ്റുമോ? പറയണം നിങ്ങൾ മറുപടി. പടിയൊന്നുമില്ല, ഇപ്പോ കാര്യപ്പെട്ട പടിയൊന്നുമില്ല. സെക്രട്ടറി അടുക്കലേക്ക് അയച്ചു കൊടുക്കുക. ഇനി മുതലേ പ്രശ്നം പരിഹാരമായല്ലോ. എങ്ങോട്ടയക്കണം? എങ്ങോട്ടയക്കാൻ? ഞങ്ങളുടെ മക്കളെ എങ്ങോട്ടേക്കാൻ? ഞങ്ങളുടെ ഭാര്യമാരെ എങ്ങോട്ടേക്കാൻ? ഞങ്ങളുടെ കുടുംബാദികളെ എങ്ങോട്ടേക്കാൻ? ഞങ്ങളുടെ സഹോദരങ്ങളെ എങ്ങോട്ടേക്കാൻ? ഞങ്ങളുടെ അയൽവാസികളെ എങ്ങോട്ടേക്കാൻ? തൗഹീദുള്ള ഈ മനുഷ്യരെ എങ്ങോട്ടേക്കാൻ? എങ്ങോട്ടാ അയക്കേണ്ടത്? ഞങ്ങൾ പറയും. ഏത് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത്? ബാംഗ്ലൂരിലേക്കോ? അതോ ഇവിടെ പാണ്ടിക്കാട്ടേക്കോ? അതോ കടവത്തൂരേക്കോ? എങ്ങോട്ടാ ഞങ്ങൾ അയക്കേണ്ടത്? എങ്ങോട്ട് അയക്കുന്ന? AP-യോട് ചോദിച്ചു, നല്ല മറുപടിയും കിട്ടിയിട്ടുണ്ടാവും. ചോദിച്ചത് AP-യോടാ. എങ്ങോട്ട് അയക്കും? എങ്ങോട്ട് അയക്കേണ്ടത്? നിങ്ങളത് പറഞ്ഞുതരും. എങ്ങോട്ട് അയക്കേണ്ടത്? മാന്യ സഹോദരങ്ങളെ, ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം. ഇതിനു വേണ്ടി തലകുത്തി മറിഞ്ഞ് സലഫിയത്തൊക്കെ നല്ലവണ്ണം പഠിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. ആ സലഫിയത്തിനെ എതിർത്തുകൊണ്ട് സുറൂറിസത്തിന്റെയും ഇഖ്വാനിസത്തിന്റെയും ചിന്തകളുമായി കടന്നു വന്നവരെ കൈകാര്യം ചെയ്തവരാണ് മുജാഹിദുകൾ. നിങ്ങൾ ഞങ്ങളെ സലഫിയത്ത് പഠിപ്പിക്കണ്ട. ഈ തലതിരിഞ്ഞ സലഫിയത്ത്, ആ സലഫിയത്ത് അല്ല യഥാർത്ഥ സലഫിയത്ത്. അത് ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക്. ഇനി അതുകൊണ്ട് തീർന്നോ? വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, കേട്ടോളൂ. ജിന്നുബാധുണ്ട്, പക്ഷെ റുഖ്യ പാടില്ല എന്നെല്ലാം അറിഞ്ഞൂടെ? കളവായി. റുഖ്യ പാടില്ല എന്നല്ല, റുഖ്യ എന്താണെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം ഇത്. അതിനുവേണ്ടി കേരള ജമിയത്തുൽ ഉലമ പുസ്തകമിറക്കി. ആ പുസ്തകത്തെ പരിഹരിച്ചടക്കല ഇപ്പൊ മൂപ്പറ പണി അല്ലേ? പുസ്തകമിറക്കി, ചർച്ച നടത്തി, വ്യക്തമായ തീരുമാനങ്ങൾ. ഇന്നല്ല ഈ വിഷയം സക്കരിയ മൗലവി പഠിക്കുന്നതിന് മുമ്പ് 1963 കാലഘട്ടങ്ങളിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ റുഖിയ ശർഇയ, മതത്തിലുള്ള മന്ത്രമെന്ത് എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. അതിന്നും കേരളത്തിൽ മുജാഹിദീൻ പുറത്തിറക്കുന്ന ഖുർആൻ പരിഭാഷ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊണ്ടുതോട് വാദപ്രതിവാദ അവസ്ഥ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. റുഖിയ ശർഇയ ഇല്ല എന്ന് പറയുന്നതാണ്. എന്തിനാ മക്കളെ ഈ തട്ടിപ്പ്? അത് വേണ്ട. അപ്പൊ റുഖ്യയുണ്ട്. റുഖ്യയുടെ വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ ഒരാൾ റുഖ്യയിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഇസ്ലാമിൽ നിങ്ങൾ പുറത്താക്കും വേണ്ട. പിന്നെന്തിനാ നിങ്ങൾ ഗഫാർ മൗലവിക്കെതിരെ വാള് പറയുന്നത്? എന്തിനാ ഗഫാർ മൗലവിക്കെതിരെ? മസ്അലപരമായ അഭിപ്രായ വ്യത്യാസമാണ്. പറഞ്ഞൂടെ?